ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും വേണ്ട, കുറച്ച് നമ്മൾ വേറെ അച്ചാറിനും കൂടി ചേർത്ത് അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയിൽ ആദ്യം കായം വറുത്ത് കോരി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിൽ ഒരു 6 വിസിലിന് ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക. അത് വെള്ളം തോന്നതിന് ശേഷം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ ബീഫ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ബീഫൊക്കെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പത അടങ്ങിയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ അച്ചാറിന് കറക്റ്റ് പരുവത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും നമ്മൾ നേരത്തെ പൊടിച്ച കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ബീഫിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ദാ ബീഫൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.